എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളക് അരച്ച് പുരട്ടിയുള്ള ബീഫ് വരട്ടിയതാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 തക്കോലം, ഒരു 4-5 ഗ്രാമ്പു, 1 പീസ് ജാതിപത്രി, 2 പട്ട, 3 ഏലക്ക, ഒരു 10 പച്ചമുളക്. ഇത് എരിയില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് നമ്മൾ 10 ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്താൽ മതി. മല്ലിയില, പുതിനയില, കറിവേപ്പില, 10 ചുവന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് എണ്ണ. ഇത്രയും സാധനങ്ങളാണ് സ്പെഷ്യൽ ബീഫ് വരട്ടിയതിന് വേണ്ടത്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യമായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഈ കുരുമുളക്, ഗ്രാമ്പു, തട്ട ഇതെല്ലാം കൂടെ നമുക്ക് പച്ചയ്ക്ക് പൊടിച്ചെടുക്കണം. നമ്മൾ സാധാരണ നമ്മളിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് പൊടിക്കുന്നത്. സാധാരണ ബീഫ് കറിക്ക് നമ്മളിത് പച്ചയ്ക്കാണ് ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതി ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഒരുപാട് പൊടി ഉണ്ടാവും, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ബാക്കി പിന്നെ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ അടിക്കാനുള്ളതാണ്. നമുക്കൊന്ന് ചതച്ചെടുത്ത് നമ്മുടെ ആ മസാലയെല്ലാം ഒന്ന് നമ്മൾ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 10 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ആ 1 കുടം വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ച് എടുക്കരുത്. ഇതൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ മിക്സിയിൽ അടിച്ച് എടുത്ത സാധനങ്ങളെല്ലാം ഈ അരപ്പ് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല. അതാണ് ഈ ബീഫ് കറിയുടെ പ്രത്യേകത. നമ്മളൊരു പ്രഷർ കുക്കർ അടുപ്പയിൽ വെച്ചിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ മിക്സിയിൽ അടിച്ചെടുത്ത ഈ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമ്മളിതിനകത്ത് ചേർത്ത മസാലകളുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിങ്ങേൻ്റെ മണം നന്നായിട്ട് മൂക്കിലേക്ക് തുളഞ്ഞ് കയറുകയാണ്. ബീഫ് മാത്രമല്ല, പോർക്കും മട്ടണും ചിക്കനും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അരപ്പെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലി, പുതിനയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 കതുപ്പ് കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ മിക്സിയിൽ അരപ്പ് അടിച്ചെടുക്കാൻ വേണ്ടി എടുത്ത് അത് ആ മിക്സിയുടെ ജാറൊന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് മൊത്തത്തിനും കൂടെ ഉള്ള ഉപ്പാണ് ഇടുന്നത്. നന്നായി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ബീഫിനകത്ത് പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ നന്നായിട്ട് ഇറച്ചിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് ഈ ഇറച്ചിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ഒരു ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ച് നമ്മൾ വിസിൽ അടുപ്പിച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇത് ഇച്ചിരി മൂപ്പ് കൂടിയ ഇറച്ചിയാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വിസിൽ അടുപ്പിക്കേണ്ടി വരും. അപ്പം ഇറച്ചിയുടെ പാകത്തിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം ഒരു 6 വിസിൽ കേൾപ്പിച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം.
കണ്ട നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു. അപ്പോൾ നല്ലവണ്ണം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മൺചട്ടിയിൽ ഇതിൻ്റെ ഈ ബാക്കിയുള്ള ഒരു നനവും കൂടെ നമുക്കൊന്ന് തോത്തിയെടുക്കാം. നമുക്ക് ഈ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത ഈ ബീഫ് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ബീഫ് നല്ല കളർഫുള്ളായിട്ട് ഇത് കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സുർക്ക ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ നീര് ഒഴിച്ചാലും മതി. ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവാള മൊരിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ സവാള ഇങ്ങനെ മൊരിച്ചത്. ഇങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടി ചേർക്കാത്ത നമ്മുടെ സ്പെഷ്യൽ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പച്ചമുളക് ചേർത്തുള്ള ബീഫ് വരട്ടിയത് നമുക്ക് അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുളക് പൊടി ചേർക്കാത്ത ബീഫ് ഫ്രൈ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കളർഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുണ്ട്. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ എല്ലാം ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. നന്ദി.